ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല എന്ന് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശവും വന്നത്. അതായത് കുടുംബത്തിന്റെ അപ്പീൽ തള്ളി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. പുതിയ അന്വേഷണം വേണം, CBI അന്വേഷണം വേണം എന്നുള്ള കാര്യം. ഈ കോടതി ഇന്നിപ്പോൾ അപ്പീൽ തള്ളുമ്പോൾ നടത്തിയൊരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് ഇതാണ്: ഒരു കേസിലും കൊലപാതകമാണോ എന്ന സംശയം സാങ്കല്പികമാകരുത് എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിട്ടുണ്ടായത്. അതായത് മനസ്സിലുള്ള തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നും അത് ആരോപണമാണ് അല്ലെങ്കിൽ കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ കൃത്യമായ തെളിവും അന്വേഷണത്തിന് കൃത്യമായ തെളിവ് ഉൾപ്പെടെ ഹാജരാക്കിയാൽ മാത്രമേ അത് കൊലപാതകമാണോ മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോകാൻ കഴിയുമോ അന്വേഷണ സംഘത്തിന് എന്നുള്ളൊരു കാര്യം കൂടി കോടതി ഇന്ന് വ്യക്തമാക്കിയാണ്. അത് തന്നെയാണ്, അതായത് ഒരിക്കലും സാങ്കല്പികമാകരുത് എന്നുള്ളൊരു സുപ്രധാന നിരീക്ഷണം. അപ്പം ഈ ഇരയ്ക്ക് സംശയം തോന്നുന്നതിനാൽ മാത്രം അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറാൻ കഴിയില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പം അന്വേഷണം CBIക്ക് കൈമാറാൻ കുടുംബത്തിന്റെ വികാരം പര്യാപ്തമായ കാരണമല്ലെന്നുമാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ അത് കുടുംബത്തിന് വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അതെ, അതിൽ ഈ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നും കണ്ണൂർ മുൻ ADMന്റെ കുടുംബം പറയുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. വീണാമണി എന്ന് പറഞ്ഞ ഒരാൾ, അവർ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് കൊച്ചച്ഛനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഞങ്ങൾക്കൊരു സഹായമല്ല. നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതി തേടി നിയമ പോരാട്ടം തുടരുമ്പോൾ മറുഭാഗത്തുണ്ടാകുന്ന അപവാദ പ്രചരണങ്ങൾ ആ കുടുംബത്തെയാകെ വേദനിപ്പിക്കുന്നതാണ്. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിനെതിരെയാണ് അപവാദ പ്രചരണം. പ്രവീൺ ബാബുവിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും നിരഞ്ജന പറയുന്നു. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ നിലപാട്. പ്രധാന പ്രതികളെ SIT സംരക്ഷിക്കുകയാണെന്ന് മഞ്ജുഷ കുറ്റപ്പെടുത്തി. അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാകുന്നത്? പ്രധാന പ്രതികളെല്ലാം അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിയമ നടപടികൾ തുടരാൻ തന്നെയാണ് തീരുമാനം. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധിയെല്ലാം. ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. കേസുമായി മുന്നോട്ടു പോകാതിരിക്കാൻ ചില ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുന്നെന്നും കുടുംബം ആരോപിക്കുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.